അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ആ കണ്ടിന്യൂറ്റി വീഡിയോ ആണ്. ആ കിഷയാത്രയുടെ ബാക്കി ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 4th പാർട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അതെല്ലാവരും വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനോഹരമായ പല ദൃശ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആയിരുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണണം, അഭിപ്രായം പറയണം, അതുപോലെ കമൻറ്റ്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ശരിക്കും നമ്മളെ ഗുണ കേവിൻ്റെ ആ ഒരു സ്റ്റൈലിലുള്ള കുറച്ച് സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട്. വീണത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അതിനുള്ള ഒരു പരിഹാരം ചെയ്യുന്നുണ്ട്. ഒരു നെറ്റ് അവിടെ അടിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തുരുമ്പെടുത്തിട്ട് പോകാറായി. കുറേ കാലത്തിന് മുന്നേ ചെയ്തതായിരിക്കാം. പക്ഷേ എന്തായാലും ശ്രദ്ധിച്ചിട്ട് പോവുക. അത്തരം സൈഡിലേക്ക് പോകുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സൺസെറ്റ് കാണുക എന്നുള്ളതാണ്. സൺസെറ്റ് ബീച്ചിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏകദേശം സൺസെറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു ഏരിയയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കുന്ന ഒരു സ്നാക്സ് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംസാരിച്ച സ്ഥലങ്ങൾ, അല്ല അവിടെ പോയ സ്ഥലങ്ങൾ, അങ്ങനത്തെ ഒരു സ്നാക്സ് ഏരിയ. പക്ഷേ ഭയങ്കര മനോഹരമാണ്. ശരിക്ക് നല്ല സായാഹ്നം ആണ് ഇവിടുത്തെ. ശരിക്ക് ആൾക്കാർ ജീവിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു ഈവനിങ് സമയത്താണെന്ന് തോന്നുന്നു. അതുവരെ ഈ കാലാവസ്ഥയുടെ പ്രശ്നമെല്ലാം കാരണം എല്ലാവരും വീട്ടിൽ തന്നെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക. അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ശരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത് ഈവനിങ് സമയത്താണ്. ഇത്ര നേരം നമ്മൾ പൗരാണികമായ കാര്യങ്ങൾ, ഇവിടുത്തെ പിന്നെ ചരിത്രപ്രധാനമായ കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം 1000 വർഷങ്ങൾ പഴക്കമുള്ള ശരിക്കും കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ നോക്കിയേ, നമ്മൾ എത്രയോ തലമുറകൾ, ഒരു ഏകദേശം ഒരു 80 വയസ്സിൻ്റെ ഇതിൽ തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്ര ജനറേഷൻ കഴിഞ്ഞു പോയിട്ടാണ് നമ്മളിപ്പോൾ ഇതേ സ്ഥലത്ത് ആ ഒരു അവർ ചെയ്തു വെച്ച ആ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യമാണെന്നല്ലേ. അപ്പോൾ അത്തരം ഭാഗ്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവട്ടെ. അത് കാണാനും അനുഭവിക്കാനുള്ള ഒരു അവസരങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങളിപ്പം കാണുന്നുണ്ടാവും, ഈ കാണുന്ന എനിക്ക് എന്തുമാത്രം ഇതിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ ഈ ഒരു ഇത് ഒപ്പിയെടുത്ത് നിങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര രസമാണ് ഈ ഒരു കാഴ്ചകൾ. അതായത് നേരത്തെ നമ്മൾ പൗരാണികപരമായ ആ ബിൽഡിങ്ങും അവരുടെ ജീവിത രീതിയായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളായിരുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം കാണുന്നത് അത് ഇന്നത്തെ തലമുറക്ക് അനുഭവയോഗ്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറ്റപ്പെട്ടതാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു കൗതുകം തന്നെയാണ്. ഇതുപോലെ ഒരു കപ്പൽ ശരിക്ക് ഇതധികം നമ്മളെ നാട്ടിലും കണ്ടിട്ടുണ്ട്. കപ്പൽ നിന്ന് പോയിട്ട് എന്തുകൊണ്ടോ അത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൻ്റെ അവശിഷ്ട ഭാഗങ്ങൾ അവിടെ കാണുന്നുണ്ട്. വലിയ കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബോട്ട്, വലിയ ഒരു ബോട്ടിൻ്റെ രീതിയിലുള്ള ഒരു സാധനം. അത് അവിടെ നിന്ന് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരോടും ഒരു റിക്വസ്റ്റാണ്, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സ് ആരും ഉണ്ടെങ്കിൽ അവരോട്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് റിക്വസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ നടക്കാം. ശരിക്കും അത് ഒരു പ്രത്യേക രസമാണ് അത് ഇവിടെ നിന്ന് കാണാൻ. ശരിക്കും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കഥകളുണ്ടോ, എന്താണ് അവരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ കാഴ്ചയിൽ നോക്കുന്ന സമയത്ത് വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ്. അപ്പോൾ നമ്മളെ സൺസെറ്റിനുള്ള ഏകദേശം ആൾക്കാർ എന്നല്ല, ഈ ഒരു ടൈം റെഡി ആയി കഴിഞ്ഞ് ഇവിടെ വിളക്കുകളെല്ലാം കത്തിച്ചു, ലൈറ്റുകളെല്ലാം തെളിഞ്ഞിരിക്കുന്നുണ്ട്. ആൾക്കാരിങ്ങനെ അതിൻ്റെ ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഭയങ്കര രസമാണ്. പല രാജ്യത്തു നിന്നുള്ള പല സംസ്കാരം, പല വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരും ഇത് കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്കുള്ള ആൾക്കാരായിരിക്കാം, ചില ടൂറിസ്റ്റ് ആയിരിക്കാം, ചില മറ്റ് വിസ പ്രോസസ്സ് കാര്യങ്ങളുള്ളതായിട്ടായിരിക്കും. അങ്ങനെ പല ആൾക്കാരും പല രൂപത്തിലുള്ള, പല വേഷവിധാനത്തിലുള്ള പല ആൾക്കാരും ഇവിടെയുണ്ട്. ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന സൗകര്യത്തിൻ്റെ, അതായത് ആൾക്കാർക്ക് ഇരുന്ന് സൺസെറ്റ് വാച്ച് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം മനോഹരമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ പീസാണ്. അത്രയും മനോഹരമായ ഒരു കാര്യങ്ങളാണ്. ശരിക്കും എന്ത് രസമാണെന്നറിയോ അവിടെ വന്ന് നിങ്ങൾ ഈ ഒരു സായം എല്ലാന്നും വരുന്ന ആൾക്കാർക്ക് ഞാൻ ഈ അനുഭവിക്കുന്ന പോലെയുള്ള ഒരു സന്തോഷമാണോ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇവിടെയുള്ള സാധാരണ ലോക്കൽസ് ഉണ്ടല്ലോ, അവർക്ക് സ്ഥിരം കാഴ്ചകളായിരിക്കും. എന്തായാലും നമ്മൾ സ്ഥിരം കാഴ്ചകൾ നമുക്ക് എന്തായാലും വിരസത ഉണ്ടാക്കുന്നതാണ് നമുക്ക് ജീവിതാനുഭവം ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇതുപോലെ വരുന്നതാണെങ്കിൽ ഭയങ്കര രസമാണ്. ഒരു പ്രത്യേക അനുഭൂതിയാണ്. അതിൻ്റെ ഒരു ഇതുപോലെയുള്ള സംരക്ഷിച്ച് നിർത്തുന്ന 1000 വർഷങ്ങൾ പഴക്കമുള്ള സാധനങ്ങളാണ് അതേ രീതിയിൽ. പക്ഷേ അടുത്ത ഇപ്പോഴത്തെ തലമുറക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ പരിപാലിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം തന്നെയായിട്ട് തോന്നുന്നില്ലേ. അപ്പോൾ ഇത് നമുക്ക് അനുഭവിക്കാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാനും അത് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ അതുപോലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ.
എന്തായാലും എല്ലാവരും കൂടി റിക്വസ്റ്റ് ചെയ്യാണ്, എല്ലാവരോടും കൂടി ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യാണ്, നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള അവസരങ്ങൾ ഇനിയും വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് യോഗ്യമായ വിധത്തിലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് അടുത്ത ഒരു വീഡിയോയും കൂടി ഉണ്ടാവും. ആ വീഡിയോയുടെ ഈ കൃഷി യാത്ര പൂർണ്ണമാവുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഏതെങ്കിലും ഇതുപോലെയുള്ള യാത്രകൾ ഞാൻ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അതുവരേക്കും വിജിത്ത്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യട്ടെ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.